കഴിഞ്ഞ ലെക്ചറിൽ ക്വാണ്ടിറ്റി സർവേയിങ് അതേ കണക്ക് തന്നെ എസ്റ്റിമേറ്റ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. ഈ ലെക്ചറിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റ്സ് ചെയ്തതാണ്. അപ്പോൾ അതിനകത്ത് പ്രിലിമിനറി എസ്റ്റിമേറ്റ് ആണ് ഈ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റ്സ്? സോ എസ്റ്റിമേറ്റ്സ് യൂഷ്വലി 6 types ഉണ്ട്. അതിനകത്ത് ഫസ്റ്റ് വൺ ആണ് പ്രിലിമിനറി എസ്റ്റിമേറ്റ് ഓർ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് ഓർ റഫ് കോസ്റ്റ് എസ്റ്റിമേറ്റ്. പേര് പോലെ തന്നെ നമുക്ക് അതിനകത്തു നിന്നൊരു റഫ് എസ്റ്റിമേറ്റ് മാത്രമേ കിട്ടത്തുള്ളൂ, ആക്യുറേറ്റ് ആയിരിക്കില്ല, ഒരു ഏകദേശ വാല്യൂ കിട്ടുള്ളൂ. ആൻഡ് സെക്കൻഡ് വൺ ആണ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഓർ ഐറ്റം റേറ്റ് എസ്റ്റിമേറ്റ്. ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സെക്കൻഡ് മൊഡ്യൂളിൽ ഇതിൻ്റെ സെക്കൻഡിലും തേർഡിലും ഡീറ്റെയിൽ ഡിസ്കഷൻ ഉണ്ടാകും. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഓർ ഐറ്റം റേറ്റ് എസ്റ്റിമേറ്റ്, ഈ എസ്റ്റിമേറ്റ് ആണ് നമ്മൾ എല്ലാ വർക്കിനും ചെയ്യുന്നത്. തേർഡ് വൺ റിവൈസ്ഡ് എസ്റ്റിമേറ്റ്, ഫോർത്ത് വൺ സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ്, ഫിഫ്ത്ത് വൺ സപ്ലിമെൻ്ററി ആൻഡ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ്, ആൻഡ് സിക്സ്ത് വൺ ആനുവൽ റിപ്പയർ ഓർ മെയിൻ്റനൻസ് എസ്റ്റിമേറ്റ്സ്. ഇനി ഈ 3, 4, 5, 6 ഇതെല്ലാം നമ്മൾ വരുന്ന ലെക്ചേഴ്സിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. 2, 3, 4, 5, 6 ഈ ലെക്ചറിൽ പ്രിലിമിനറി എസ്റ്റിമേറ്റും അതിൻ്റെ പ്രോബ്ലംസും, പ്രിലിമിനറി എസ്റ്റിമേറ്റിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, മെയിൻ 3 ക്ലാസിഫിക്കേഷൻ. ആ ക്ലാസിഫിക്കേഷനും അതിൻ്റെ പ്രോബ്ലംസും അതെങ്ങനെയാണ് നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുന്നതെന്നുമാണ് ഈ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രിലിമിനറി എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആക്യുറേറ്റ് ആയിരിക്കില്ല, ഒരു ഏകദേശ വാല്യൂ ആയിരിക്കും. ഏകദേശ വാല്യൂ എന്ന് വെച്ചാൽ ഒരു 10% ഒക്കെ വേരിയേഷൻസ്, അല്ലെങ്കിൽ 10 to 15% ഒക്കെ ഒറിജിനൽ കോസ്റ്റുമായിട്ടൊക്കെ വേരി ചെയ്യും. എക്സാക്ട് ആക്യുറേറ്റ് ആയിരിക്കില്ല. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രിലിമിനറി എസ്റ്റിമേറ്റ് ചെയ്യുന്നത്? അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ എനിക്കൊരു 2500 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ എന്തായിരിക്കും ചെയ്യുന്നത്? ഞാനൊരു എഞ്ചിനീയറെ അപ്രോച്ച് ചെയ്യും. എനിക്ക് 2500 റുപ്പീസിൻ്റെ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യണം, ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ്, ഒരു ഹോം കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ എഞ്ചിനീയർ പറയും 2500 സ്ക്വയർ ഫീറ്റിൻ്റെ ബിൽഡിംഗ് ആണെങ്കിൽ ഒരു അറൗണ്ട് 17 lakh റുപ്പീസ് ചിലവാകുമെന്ന് പറയും. അപ്പോൾ ആ എഞ്ചിനീയർ എങ്ങനെയാണ് ആ 17 lakhs എന്നുള്ള ഏകദേശ ഒരു എമൗണ്ട് പറയുന്നത്? അതെങ്ങനെയാണ് അത് എടുക്കുന്നതെന്നാണ് നമ്മൾ ഈ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പ്രിലിമിനറി എസ്റ്റിമേറ്റ് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഫോർ പ്രിലിമിനറി സ്റ്റഡീസ് ഓഫ് വേരിയസ് ആസ്പെക്ട്സ് ഓഫ് വർക്ക് ഓർ പ്രോജക്റ്റ്. അപ്പോൾ നമുക്ക് ഓരോ വർക്കിനും ഒരു പ്രിലിമിനറി എസ്റ്റിമേറ്റ് പറയാം. ഓരോ വർക്ക് എന്ന് പറയുമ്പോൾ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ ഫസ്റ്റ് എന്തായിരിക്കും ചെയ്യുന്നത്? അവിടുത്തെ എർത്ത് വർക്ക് എക്സ്കവേഷൻ ആയിരിക്കും. ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യാനുള്ള എർത്ത് വർക്ക് എക്സ്കവേഷൻ ആയിരിക്കും. അപ്പോൾ അതിനും നമുക്കൊരു പ്രിലിമിനറി കോസ്റ്റ് പറയാൻ പറ്റും, ഒരു പ്രിലിമിനറി എസ്റ്റിമേറ്റ് എടുക്കാൻ പറ്റും. അത് കണക്ക് അത് കഴിഞ്ഞ് വരുന്ന ഫൗണ്ടേഷൻ ലേയിങ്, അത് കഴിഞ്ഞ് വരുന്ന ബ്രിക്ക് മേസണറി. അപ്പോൾ ഓരോന്നിനും ഒരു പ്രിലിമിനറി എസ്റ്റിമേറ്റ് എടുക്കാൻ പറ്റും. അത് എങ്ങനെയാണെന്നാണ് ഈ ലെക്ചറിൽ പറയാൻ പോകുന്നത്. പിന്നെ എന്താ പറയുന്നത്? ടു ഡിസൈഡ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ. ആ പ്രിലിമിനറി എസ്റ്റിമേറ്റ് എടുത്ത് കഴിയുമ്പോൾ അറിയാം നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ ഇതിന് സ്യൂട്ടബിൾ ആണോ. ഈ 2500 സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് 17 lakh റുപ്പീസ് വേണം അത് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട്. ആ എമൗണ്ട് എൻ്റെ കയ്യിലുണ്ടോ? എനിക്ക് അത്രയും എമൗണ്ട് ഈ ലിമിറ്റഡ് ടൈമിൽ സംഘടിപ്പിക്കാൻ പറ്റുമോ? അത് കണക്ക് എൻ്റെ കയ്യിലില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഞാനത് ലോൺ എടുക്കണം. അപ്പോൾ ഒരു ഹോം ലോൺ അപ്ലൈ ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രിലിമിനറി എസ്റ്റിമേറ്റ് എടുക്കുന്നത്. ഇനി അവസാനം പറയുന്നതാണ് ആൻഡ് ദ പോളിസി ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ബൈ എ കോമ്പീറ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി. കോമ്പീറ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണോ ആ ബിൽഡിംഗ് കൺസ്ട്രക്ട്. ഇപ്പം ഞാൻ പറഞ്ഞു എനിക്കാണ് ആ ബിൽഡിംഗ് വേണ്ടത്. ഞാനൊരു എഞ്ചിനീയറെ അപ്രോച്ച് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞ എമൗണ്ട് ആണ് 17 lakh റുപ്പീസ്. അവിടെ ഞാനാണ് കോമ്പീറ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി. അപ്പോൾ എൻ്റെ അപ്രൂവൽ വേണമല്ലോ, എനിക്കത് ചെയ്യണമെങ്കിൽ ഞാനൊന്ന് സമ്മതം കൊടുക്കണമല്ലോ. അതുകൊണ്ടാണ് ഒരു കോമ്പീറ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി എന്ന് പറയുന്നത്. ആ എമൗണ്ട് എനിക്ക് സ്യൂട്ടബിൾ ആകണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് പ്രിലിമിനറി എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു പറഞ്ഞത്? പ്രിലിമിനറി എസ്റ്റിമേറ്റ് നമുക്ക് ഓരോ ക്വാണ്ടിറ്റി, ഓരോ വർക്കിനും നമുക്ക് ഇൻഡിവിജ്വലായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ടോട്ടലായിട്ട് നമുക്ക് പറയാം ഒരു ഏകദേശം എമൗണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ആ കാൽക്കുലേറ്റ് ചെയ്ത എമൗണ്ട് ക്ലയൻറ്റിന്, ഇപ്പോൾ ഞാനായിരുന്നു ക്ലയൻറ്റ്, ആ ക്ലയൻറ്റിന് സ്യൂട്ടബിൾ ആണെങ്കിൽ മാത്രമേ അദ്ദേഹം അതുമായിട്ട് പ്രൊസീഡ് ചെയ്യുള്ളൂ. അതാണ് പ്രിലിമിനറി എസ്റ്റിമേറ്റ്. ഈ പ്രിലിമിനറി എസ്റ്റിമേറ്റ് ഞാൻ പറഞ്ഞല്ലോ, ആ എഞ്ചിനീയർ 17 lakh റുപ്പീസ് പറഞ്ഞു. എനിക്ക് 2500 റുപ്പീസിൻ്റെ ബിൽഡിംഗ് 2500 സ്ക്വയർ ഫീറ്റിൻ്റെ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ഞാൻ അപ്രോച്ച് ചെയ്ത എഞ്ചിനീയർ പറഞ്ഞത് 17 lakh റുപ്പീസ് ആണ്. അദ്ദേഹം ആ 17 lakh എന്ന് പറഞ്ഞ എമൗണ്ടിലേക്ക് എത്തിയത് എങ്ങനെയാണ്? അപ്പോൾ അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ 3 രീതിയിൽ നമുക്ക് പ്രിലിമിനറി എസ്റ്റിമേറ്റ് എടുക്കാം. ആൻഡ് ഫസ്റ്റ് വൺ ആണ് പ്ലിന്ത് ഏരിയ ബേസിസ്. അപ്പോൾ പ്ലിന്ത് ഏരിയ ബേസിസ് എങ്ങനെയാണെന്നാണ് അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.
പ്ലിന്ത് ഏരിയ ബേസിസ്. അപ്പോൾ പ്ലിന്ത് ഏരിയ ബേസിസിൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ പ്ലിന്ത് ഏരിയ വേണം. അപ്പോൾ പ്ലിന്ത് ഏരിയ എന്ന് വെച്ചാൽ എന്തായിരുന്നു? നമ്മുടെ ഫൗണ്ടേഷന് തൊട്ട് മുകളിലുള്ള ലെവലാണ് പ്ലിന്ത്. ആ പ്ലിന്ത് ലെവലിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. ഇത് കണ്ടില്ലേ, നമ്മുടെ സ്റ്റെപ്പ് വന്നു, സ്റ്റെപ്പിൻ്റെ മുകളിലുള്ള ലെവലാണ് പ്ലിന്ത് ലെവൽ. ആ പ്ലിന്ത് ലെവലിൻ്റെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഏരിയ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഏരിയ. ആ ഏരിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ആ ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് വെച്ചിട്ട് ഒരു മീറ്റർ സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യാനുള്ള റേറ്റ് നമുക്ക് അറിയാമായിരിക്കും. ഒരു മീറ്റർ സ്ക്വയർ റേറ്റ് അറിയാമായിരിക്കും. ആ റേറ്റ് വെച്ചിട്ടാണ് എന്ത് ചെയ്താൽ മതി, 2500ൻ്റെ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് 2500 രൂപയുടെ ഒരു ബിൽഡിംഗ് ആയിരുന്നു കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. എനിക്ക് കൺസ്ട്രക്ട് ചെയ്യേണ്ടത് എത്രയായിരുന്നു? 2500 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ബിൽഡിംഗ് ആയിരുന്നു എനിക്ക് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്, സ്ക്വയർ ഫീറ്റ്. അപ്പോൾ ആ എഞ്ചിനീയർ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് 17 lakh rupees അതിന് ചിലവാകും. ആ എമൗണ്ട് അദ്ദേഹത്തിന് എത്തിയത് എങ്ങനെയാണ്? ഒരു സ്ക്വയർ ഫീറ്റിൻ്റെ റേറ്റ് 680 rupees ആണെന്നാണ് പുള്ളി എടുത്തിരിക്കുന്നത്. ഒരു സ്ക്വയർ ഫീറ്റിൻ്റെ റേറ്റ് 68 rupees ആണ്. ഒരു സ്ക്വയർ ഫീറ്റ് കൺസ്ട്രക്ഷന് 68 rupees ആണ്. അപ്പോൾ അദ്ദേഹം മൾട്ടിപ്ലൈഡ് ബൈ എൻ്റെ ബിൽഡിങ്ങിൻ്റെ സ്ക്വയർ ഫീറ്റ് പറഞ്ഞത് 2500 സ്ക്വയർ ഫീറ്റ് ആണ്. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം 17 lakh rupees എത്തിയത്. അപ്പോൾ യൂഷ്വലി നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ എല്ലാം സ്ക്വയർ ഫീറ്റിലാണ് പറയുന്നത്. പക്ഷെ നമുക്ക് പ്രോബ്ലംസ്, യൂണിവേഴ്സിറ്റി എക്സാംസിനൊക്കെ പ്രോബ്ലംസ് വരുന്നത് ഏരിയ മീറ്റർ സ്ക്വയറിലായിരിക്കും വരുന്നത്. അതാണ് നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുമ്പോഴും നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോഴുള്ള വ്യത്യാസം. സ്ക്വയർ ഫീറ്റിലായിരിക്കും നമ്മൾ എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ കോൺട്രാക്ടർ പറയുന്നതെല്ലാം അടിക്കണക്കിലായിരിക്കും, സ്ക്വയർ ഫീറ്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ ചെയ്യുന്നതെല്ലാം മീറ്റർ സ്ക്വയറിലായിരിക്കും. ഞാൻ ഒരു തവണയും കൂടി ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഈ കൊടുത്തിരിക്കുന്നതാണ് ബിൽഡിങ്ങിൻ്റെ പ്ലിന്ത് ഏരിയ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്യുമ്പോൾ പ്ലിന്ത് ഏരിയ കിട്ടും. അപ്പോൾ എൻ്റെ പ്ലിന്ത് ഏരിയ ഞാൻ പറഞ്ഞത് 2500 സ്ക്വയർ ഫീറ്റ് ആയിരുന്നു. അപ്പോൾ 2500 സ്ക്വയർ ഫീറ്റ്, അപ്പോൾ അവിടുത്തെ പ്രസൻറ്റ് ഒരു സ്ക്വയർ ഫീറ്റ് കൺസ്ട്രക്ഷൻ്റെ റേറ്റ് 680 rupees ആണ്. അങ്ങനെയാണ് എഞ്ചിനീയർ പറഞ്ഞത് 17 lakh rupees വേണം 2500 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട്. ഈ നെക്സ്റ്റ് മെത്തേഡാണ് ക്യൂബിക് കണ്ടന്റ് മെത്തേഡ്. ക്യൂബിക് കണ്ടന്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബിൽഡിങ്ങിൻ്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യും. ബിൽഡിങ്ങിൻ്റെ വോളിയം എന്ന് പറയുമ്പോൾ ഇത് കണക്ക് പ്ലിന്ത് ഏരിയ മൾട്ടിപ്ലൈഡ് ബൈ ഹൈറ്റ്, ബിൽഡിങ്ങിൻ്റെ ഹൈറ്റും കൂടി കൺസിഡർ ചെയ്യും. അപ്പോൾ ബിൽഡിംഗ് ഏരിയ, അതായത് പ്ലിന്ത് ഏരിയ ഇൻറ്റു ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ്. ഈ ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, ഈ മൂന്ന് കാര്യങ്ങളും കൂടി കൺസിഡർ ചെയ്യും. ഇനി ഹൈറ്റ് എന്ന് പറയുമ്പോൾ അത് രണ്ട് രീതിയിലാണ് എടുക്കുന്നത്. ഹൈറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ ഫ്ലോർ ലെവലിൽ നിന്ന് റൂഫ് ടോപ്പ് വരെ ഹൈറ്റ് കൺസിഡർ ചെയ്യണം. അതേ കണക്ക് തന്നെ പാരപ്പറ്റിൻ്റെ ഫുൾ ലെങ്ത് എടുക്കില്ല, പാരപ്പറ്റിൻ്റെ ഹാഫ് ലെങ്ത് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ ഇത്രയും എടുത്താൽ മതി. ഇത് 2500 സ്ക്വയർ ഫീറ്റ് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ എന്ത് കിട്ടും? ഈ ബിൽഡിങ്ങിൻ്റെ വോളിയം കിട്ടും. അതേ മൾട്ടിപ്ലൈഡ് ബൈ റേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ബിൽഡിങ്ങിൻ്റെ ക്യൂബിക് കണ്ടന്റ് എസ്റ്റിമേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. വോളിയം മെത്തേഡ്. ഇനി തേർഡ് മെത്തേഡ് ആണ് അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി മെത്തേഡ്. അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ബിൽഡിങ്ങിൻ്റെ ലെങ്ത് മെഷർ ചെയ്യും. അപ്രോക്സിമേറ്റ് ടോട്ടൽ ലെങ്ത് ഓഫ് വോൾ ഇൻ മീറ്റേഴ്സ്. ആൻഡ് അതിനകത്ത് ഒരു മീറ്റർ കൺസ്ട്രക്ട് ചെയ്യാനുള്ള വാല്യൂ വെച്ചിട്ടായിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു മീറ്റർ വോള് കൺസ്ട്രക്ട് ചെയ്യാനുള്ള കോസ്റ്റ് എന്ന് പറയുമ്പോൾ ₹100 ആണെന്ന് വിചാരിക്കുക. എൻ്റെ ടോട്ടൽ കോസ്റ്റ്, എൻ്റെ ബിൽഡിങ്ങിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 30 meters ആണെങ്കിൽ അത് വെച്ചിട്ടായിരിക്കും നമ്മൾ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് പറയുന്നത്, 3000 rupees. അപ്പോൾ ഇവിടെ ലെങ്ത് വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ രണ്ട് സ്റ്റേജ് ആയിട്ടേ കാൽക്കുലേറ്റ് ചെയ്യത്തുള്ളൂ. സ്ട്രക്ചറിനെ ഫൗണ്ടേഷൻ ഇൻക്ലൂഡിങ് പ്ലിന്ത്, ഇപ്പോൾ ഫൗണ്ടേഷൻ മുതൽ പ്ലിന്ത് വരെയുള്ള ഒരു ലെവലായിട്ട് കാൽക്കുലേറ്റ് ചെയ്യും, അതിന് മുകളിലുള്ളത് അടുത്ത ലെവലായിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. രണ്ട് സ്റ്റെപ്പായിട്ടായിരിക്കും അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി മെത്തേഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ നിന്ന് പറയുമ്പോൾ ഫൗണ്ടേഷൻ്റെ ടോട്ടൽ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട്
ഒരു ലെങ്തിനുള്ള വാല്യൂ നമുക്കറിയായിരിക്കും. ഒരു ലെങ്ത് ഫൗണ്ടേഷൻ കൺസ്ട്രക്റ്റിന് ഇത്ര രൂപ ചിലവാകും. അപ്പോൾ 1 മീറ്റർ ലെങ്ത് ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യാനുള്ള കോസ്റ്റ് ഒരു 300 rupees ആണ്. അപ്പോൾ ടോട്ടൽ ലെങ്ത് ഓഫ് ഫൗണ്ടേഷൻ എന്ന് പറയും, നമ്മുടെ ടോട്ടൽ ലെങ്ത് ഓഫ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ 10 meters ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ടോട്ടൽ ലെങ്ത് ഓഫ് ഫൗണ്ടേഷൻ 10 meters ഇൻറ്റു നമ്മുടെ കോസ്റ്റ് 300 അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. സെയിം രീതി തന്നെ സൂപ്പർ സ്ട്രക്ചർ. അപ്പോൾ 1 meter ലെങ്തിൽ സൂപ്പർ സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യാനുള്ള വാല്യൂ നമുക്ക് അറിയായിരിക്കും. അത് വെച്ച് നമ്മുടെ സൂപ്പർ സ്ട്രക്ചറിൻ്റെ ടോട്ടൽ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി നമ്മൾ ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്യും. പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇപ്പം ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ആവും. First question, a person construct a building of plinth area equal to 100 square meter on a plot of land in a certain locality at a cost of rupees 95,000. The height of building from ground level to the top of the roof is 3.5 meter and a parapet wall of height 80 centimeter is constructed on the terrace. Determine the cost of similar building of plinth area equal to 135 square meter to be constructed in the same locality by plinth area rate and also by volume rate. ഇപ്പോൾ ക്വസ്റ്റിനകത്ത് നമുക്ക് തന്നിരിക്കുന്നത് ഒരു 100 സ്ക്വയർ മീറ്റർ ബിൽഡിങ്ങിൻ്റെ കോസ്റ്റ് തന്നിട്ടുണ്ട്. ₹95,000 ആണ്. 100 സ്ക്വയർ മീറ്റർ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ 95,000 rupees ചിലവായി. ആ ബിൽഡിങ്ങിൻ്റെ റൂഫ് ടോപ്പ് വരെയുള്ള ഹൈറ്റ്, ഗ്രൗണ്ട് ലെവലിൽ നിന്ന് റൂഫ് ടോപ്പ് വരെയുള്ള ഹൈറ്റ് 3.5 meter ആണ്. പാരപ്പറ്റിൻ്റെ ഹൈറ്റ് 80 centimeters ആണ്. പാരപ്പറ്റ് ഹൈറ്റ് 80 centimeter. അപ്പോൾ നമുക്ക് വേണ്ടത്, നമുക്ക് ഇതേ കണക്കൊരു സിമിലർ ആയിട്ടൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാണ്. പ്ലിന്ത് ഏരിയ 135 square meter. അപ്പോൾ ഏതൊക്കെ മെത്തേഡ് യൂസ് ചെയ്യാൻ പറയുന്നു ഇവിടെ? പ്ലിന്ത് ഏരിയ മെത്തേഡ് യൂസ് ചെയ്യാൻ പറയുന്നു, വോളിയം മെത്തേഡ് യൂസ് ചെയ്യാൻ പറയുന്നു. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ബിൽഡിംഗ് 100 square meter ആണ്. അതിൻ്റെ കോസ്റ്റ് ₹95,000 ആണ്. അപ്പോൾ 100 square meter ബിൽഡിങ്ങിൻ്റെ കോസ്റ്റ് 95,000 rupees ആണ്. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്ക്വയർ മീറ്റർ പ്ലിന്ത് ഏരിയയുടെ ഒരു സ്ക്വയർ മീറ്റർ കൺസ്ട്രക്ട് ചെയ്യാൻ എത്ര രൂപ ചിലവാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. 100 square meter ബിൽഡിങ്ങിൻ്റെ കോസ്റ്റ് 95,000 rupees. Therefore construction of 1 square meter, 1 square meter കോസ്റ്റ് എന്ന് പറയുമ്പോൾ 95,000 divided by 100, അപ്പോൾ 950 rupees. അപ്പോൾ 1 m² കൺസ്ട്രക്ട് ചെയ്യാൻ 950 rupees ചിലവാകും. അപ്പോൾ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഏരിയ എത്രയാണ്? 135 square meter ആണ്. അപ്പോൾ 135 into 950. So the estimated cost of our building ₹1,28,250 rupees. ഇനി നിങ്ങൾ ഈ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എഴുതുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം? പോയിന്റ് കഴിഞ്ഞിട്ട് 2 decimal പ്ലേസ് ഉണ്ടാകണം എല്ലായിടത്തും. എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞ സബ്ജക്ട്സിൽ എല്ലായിടത്തും എമൗണ്ട് എഴുതുമ്പോൾ എമൗണ്ട് കഴിഞ്ഞിട്ട് 2 decimal പ്ലേസ്, അത് കഴിഞ്ഞിട്ട് ഒന്നുമില്ലെങ്കിലും .00, അത് ആൻസർ പേപ്പറിൽ വ്യക്തമായിട്ട് തന്നെ എഴുതണം, .00. ഇപ്പം നമുക്ക് 95,000.0899 ഒക്കെ ആണെങ്കിൽ 09 എന്ന് കൊടുത്താൽ മതി. 2 decimal പ്ലേസിലേക്ക് അത് റൗണ്ട് ചെയ്ത് എഴുതണം എല്ലായിടത്തും. അപ്പോൾ പ്ലിന്ത് ഏരിയ മെത്തേഡ് കാൽക്കുലേറ്റ് ചെയ്ത്, പ്ലിന്ത് ഏരിയ മെത്തേഡിലുള്ള വാല്യൂ 1,28,250. അടുത്ത് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? വോളിയം റേറ്റ് മെത്തേഡ്. വോളിയം റേറ്റ് മെത്തേഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ, ഹൈറ്റ് ഓഫ് ബിൽഡിംഗ് ഫ്രം ഗ്രൗണ്ട് ലെവൽ to the top of the roof plus half of the height of parapet wall into plinth area. അപ്പോൾ നമുക്ക് ബിൽഡിങ്ങിൻ്റെ എന്ത് വേണം? ബിൽഡിങ്ങിൻ്റെ വോളിയം ആണ് ഈ പറയുന്നത്, ബിൽഡിങ്ങിൻ്റെ വോളിയം. അപ്പോൾ ഈ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് ബിൽഡിങ്ങിൻ്റെ ഹൈറ്റും ഇത് ബിൽഡിങ്ങിൻ്റെ ഏരിയ, പ്ലിന്ത് ഏരിയ. ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എവിടെ മുതൽ എവിടം വരെ ആയിരിക്കും? ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഫ്ലോറിൽ നിന്ന് പാരപ്പറ്റിൻ്റെ ഹാഫ് പോർഷൻ, അത്രയുമാണ് ഹൈറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഗീവൺ ബിൽഡിങ്ങിൻ്റെ ഏരിയ 3.5 meter.
ഗിവൺ ബിൽഡിങ്ങിൻ്റെ ഏരിയ 100 സ്ക്വയർ മീറ്റർ. ഇനി ഗിവൺ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ അപ് ടു റൂഫ് ടോപ്പ് 3.5, പിന്നെ പാരപ്പറ്റിൻ്റെ ഹൈറ്റ് 80 സെൻറ്റിമീറ്റർ. അപ്പോൾ എന്ത് വരും? ഹൈറ്റ് എന്ന് പറയുമ്പോൾ 3.5ഉം പാരപ്പറ്റിൻ്റെ ഹൈറ്റിൻ്റെ ഹാഫും. അപ്പോൾ 3.5 പ്ലസ് 80 സെൻറ്റിമീറ്റേഴ്സിൻ്റെ മീറ്റേഴ്സ് ആക്കുമ്പോൾ 0.8. അപ്പോൾ 3.5 പ്ലസ് 0.8 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമ്മുടെ ഗീവൺ ബിൽഡിങ്ങിൻ്റെ വോളിയം കിട്ടും. 3.5 plus 0.8 divided by 2 into 100. Therefore, നമ്മുടെ വോളിയം ഓഫ് എക്സിസ്റ്റിംഗ് ബിൽഡിംഗ്, ഇപ്പോൾ എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിൻ്റെ വോളിയം 390 rupees. ഇനി ഒരു എം ക്യൂബ് കൺസ്ട്രക്ഷൻ എത്ര രൂപയാകും? 1 എം ക്യൂബ് കൺസ്ട്രക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മുടെ എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിൻ്റെ കോസ്റ്റ് 95,000 rupees. അതിൻ്റെ വോളിയം 390 ആണ്. അപ്പോൾ 1 എം ക്യൂബ് കാൽക്കുലേറ്റ് ചെയ്യാൻ 95,000 divided by 390, and that will be equal to 243.59. Therefore, volume of similar building is equal to എന്ത് ചെയ്താൽ മതി? 135 into 3.5 plus 0.8 divided by 2 is equal to 526.6 meter square. ഇവിടെ നമുക്ക് നമ്മുടെ പ്രപ്പോസ്ഡ് ബിൽഡിങ്ങിന് determine the cost of similar building of plinth area 135 square meter അങ്ങനെ കൊടുത്തിട്ടുള്ളൂ. ഈ സിമിലർ ബിൽഡിങ്ങിൻ്റെ പാരപ്പറ്റിൻ്റെ ഹൈറ്റ് ഈ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? നമ്മൾ എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിൻ്റെ പാരപ്പറ്റിൻ്റെ ഹൈറ്റ് വെച്ചിട്ട് തന്നെയാണ് ഇതും കാൽക്കുലേറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് അവിടെ സെയിം പാരപ്പറ്റ് വോളിൻ്റെ നമ്മുടെ സിമിലർ ബിൽഡിങ്ങിൻ്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യാൻ എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിൻ്റെ പാരപ്പറ്റ് വോളിൻ്റെ ഹൈറ്റ് തന്നെ എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് തരാൻ പോകുന്ന ക്വസ്റ്റ്യനകത്ത് പാരപ്പറ്റ് വോളിൻ്റെ ഹൈറ്റ് വ്യത്യാസമുണ്ടെങ്കിൽ, പ്രപ്പോസ്ഡ് ബിൽഡിങ്ങിൻ്റെ പാരപ്പറ്റ് വോളിൻ്റെ ഹൈറ്റ് വ്യത്യാസമുണ്ടെങ്കിൽ അതായിരിക്കണം എടുക്കേണ്ടത്. അപ്പോൾ വോളിയം ഓഫ് പ്രപ്പോസ്ഡ് ബിൽഡിംഗ് അല്ലെങ്കിൽ സിമിലർ ബിൽഡിങ്ങിന് കിട്ടി. ഇനി കോസ്റ്റ് ഓഫ് ദ പ്രപ്പോസ്ഡ് ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയ വോളിയം മൾട്ടിപ്ലൈഡ് ബൈ റേറ്റ് 526 into 243.59. Therefore, rupees 1,28,250.13 rupees. ഇവിടെ 0.135 വരും. 2 ഡെസിമൽ പ്ലേസിലേക്ക് റൗണ്ട് ചെയ്തിരിക്കുന്നതാണ് 0.13. എപ്പോഴും 2 ഡെസിമൽ പ്ലേസിലേക്ക് റൗണ്ട് ചെയ്യാം. ഇനി ഒരു പ്രോബ്ലം കൂടി ചെയ്യിക്കാം, നിങ്ങൾക്ക് കൺസെപ്റ്റ്സ് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട്. A person construct a building of plinth area equal to 120 square meter on a plot of land in Kollam at a cost of 6 lakh rupees. The height of building from ground level to the top of the roof is 3.2 meter and a parapet wall of height equal to 800 mm is constructed on the terrace. Determine the cost of similar building of plinth area equal to 150 square meter to be constructed in same locality based on plinth area rate and volume rate. അപ്പോൾ ഇവിടെ നമുക്ക് കൊല്ലത്ത് 120 സ്ക്വയർ മീറ്റർ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അതിന് 6 lakh rupees ആണ് വന്നത്. ആ കൺസ്ട്രക്ട് ചെയ്ത ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് ഫ്രം ഗ്രൗണ്ട് ലെവൽ ടു ടോപ്പ് റൂഫ് ടോപ്പ് 3.2 meters, പാരപ്പറ്റ് വോൾ ഹൈറ്റ് 800 mm. നമുക്ക് നമ്മുടെ പ്രപ്പോസ്ഡ് ബിൽഡിംഗ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന ബിൽഡിംഗ് 150 സ്ക്വയർ മീറ്റർ ആണ്. അതിൻ്റെ എസ്റ്റിമേറ്റഡ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം യൂസിങ് പ്ലിന്ത് ഏരിയ റേറ്റ് ആൻഡ് വോളിയം റേറ്റ്. Therefore, നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? പ്ലിന്ത് ഏരിയ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നു. പ്ലിന്ത് ഏരിയ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഫസ്റ്റ് എന്ത് വേണം? സോ ഇത് കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് ഫോർ 120 സ്ക്വയർ മീറ്റർ. 120 സ്ക്വയർ മീറ്റർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള റേറ്റ് 6 lakh rupees. അപ്പോൾ 1 m സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യാൻ 1 m സ്ക്വയർ കൺസ്ട്രക്ഷൻ ഉള്ള റേറ്റ് എന്ന് പറയുമ്പോൾ 6 lakh ഡിവൈഡഡ് ബൈ 120. അപ്പോൾ 1 മീറ്റർ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള റേറ്റ് ₹5,000. നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഏരിയ എത്രയാണ്? നമ്മുടെ ബിൽഡിങ്ങിൻ്റെ പ്ലിന്ത് ഏരിയ, നമ്മുടെ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന ബിൽഡിങ്ങിൻ്റെ ഏരിയ 150 സ്ക്വയർ മീറ്റർ. അപ്പോൾ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് ദ പ്രപ്പോസ്ഡ് ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ, ദ പ്രപ്പോസ്ഡ് ബിൽഡിംഗ് ഓർ സിമിലർ ബിൽഡിംഗ് എങ്ങനെ വേണമെങ്കിലും എഴുതാം. എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് ദ പ്രപ്പോസ്ഡ് ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ 150 into 5,000 and the rupees is 7,50,000 rupees. ഇതാണ് പ്രപ്പോസ്ഡ് ബിൽഡിങ്ങിൻ്റെ കോസ്റ്റ്. ഇനി നമുക്കത് വോളിയം മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യാം. വോളിയം മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിൻ്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യണം. എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിൻ്റെ വോളിയം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഏരിയ
നമ്മുടെ എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിന്റെ ഏരിയ എത്രയാണ് 120 സ്ക്വയർ മീറ്റർ ആണ്. ഇനി അതിന്റെ ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് റൂഫ് ടോപ്പ് വരെയുള്ള ഹൈറ്റ് 3.2 മീറ്റേഴ്സ് ആണ്. അതിൻ്റെ കൂടെ എന്തുകൂടെ ആഡ് ചെയ്യും, പ്ലസ് പാരപ്പറ്റിന്റെ ഹാഫ്. അപ്പോൾ 3.2 പ്ലസ് mm മീറ്റർ ആക്കുമ്പോൾ 0.8 ഡിവൈഡഡ് ബൈ 4. 3.2 പ്ലസ് 0.8 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 120 ചെയ്യുമ്പോൾ നമ്മുടെ എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിന്റെ വോളിയം കിട്ടും. എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിന്റെ വോളിയം നമുക്കറിയാം. എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിന്റെ കോസ്റ്റ് അറിയാം. 6 lakh റുപ്പീസിനാണ് കൺസ്ട്രക്ട് ചെയ്തത്. അപ്പോൾ ഒരു എം ക്യൂബ് കൺസ്ട്രക്ഷൻ എത്ര രൂപയായി? റുപ്പീസ് 1388.89. ഇവിടെയും നമുക്ക് 8888 എന്ന് വരും. അപ്പോൾ എന്ത് ചെയ്യുക, 2 ഡെസിമൽ പ്ലേസിലേക്ക് റൗണ്ട് ചെയ്യുക. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്, വോളിയം ഓഫ് സിമിലർ ബിൽഡിംഗ്. നമ്മുടെ സിമിലർ ആയിട്ടുള്ളൊരു ബിൽഡിങ്ങിന്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. സിമിലർ ബിൽഡിങ്ങിന്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ പ്രപ്പോസ്ഡ് ബിൽഡിങ്ങിന്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പ്രപ്പോസ്ഡ് ബിൽഡിങ്ങിന്റെ വോളിയം എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. പ്രപ്പോസ്ഡ് ബിൽഡിങ്ങിന്റെ ഏരിയ 150. ഇനി പ്രപ്പോസ്ഡ് ബിൽഡിങ്ങിന് ബാക്കി ഹൈറ്റോ പാരപ്പറ്റിന്റെ ഹൈറ്റ് ഒന്നും ഇവിടെ പറയുന്നില്ല. അതുകൊണ്ട് നമ്മുടെ എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിന്റെ അതേ ഹൈറ്റ് തന്നെ എന്തെടുത്തു, പ്രപ്പോസ്ഡ് ബിൽഡിങ്ങിന്റെയും ഹൈറ്റ്. അപ്പോൾ 150 ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, പ്രപ്പോസ്ഡ് ബിൽഡിങ്ങിന്റെ വോളിയം കിട്ടി, അല്ലെങ്കിൽ സിമിലർ ബിൽഡിങ്ങിന്റെ വോളിയം കിട്ടി. അത് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, 1 m³ റേറ്റ്, 1 m³ കൺസ്ട്രക്ഷനുള്ള റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടി. കോസ്റ്റ് ഓഫ് സിമിലർ ബിൽഡിംഗ് ഈസ് ഈക്വൽ ടു റുപ്പീസ് 7,50,060 rupees. ഇത്രയും എമൗണ്ട് ആണ് സിമിലർ ബിൽഡിങ്ങിന് കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ. ഇനി ബാക്കി ടൈപ്സ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് നമുക്ക് അടുത്ത ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാം.